ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പോളിറ്റി വിഭാഗത്തിലെ PSC 10th പ്രിലിംസ് ലെവൽ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം LGS എക്സാം വരാൻ പോവാണ്. അതിന് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് PSCയുടെ SSCയുടെ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഡേ 3 ക്ലാസ്സിലേക്ക് കിടക്കാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ബോംബെ സമ്മേളനം, കൊൽക്കത്ത സമ്മേളനം 1911, 1924 ബൽഗാം സമ്മേളനം. നമുക്കറിയാം ആൻസർ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് നമ്മുടെ വന്ദേ മാതരം ആദ്യമായിട്ട് പൊതുവേദിയിൽ പാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം അല്ലേ. ഇനി അതിന്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. വന്ദേ മാതരം രചിച്ചത് ആരാ മക്കളെ? ബങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലേ. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എന്ത് എടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എന്ന ഗീതം എടുത്തിട്ടുള്ളത്. കോടതി വിധി പ്രകാരം ബംഗാളി ഭാഷയിലാണ് ഈ കൃതി എഴുതപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. ഇത് ആലപിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1896 കൊൽക്കത്ത സമ്മേളനത്തിലെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ സമ്മേളനത്തിന്റെ സമയത്ത് ഈ ഒരു ഗീതം ആലപിച്ചത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായതാണോ ശരിയായതാണോ നമ്മുടെ അടുത്ത് ചോദിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ടെങ്ങാനും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്ക് പോണൊരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന, സത്യമേവ ജയതേ എന്ന് മുണ്ടക ഉപനിഷത്തിൽ നിന്നും എടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ലേഖനം ചെയ്തിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. ഉണ്ടോ? ഓക്കെ അല്ലേ? ശരിയല്ലേ? അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അത് ശരിയാണോ? അത് തെറ്റാണ്. എന്നാ അംഗീകരിച്ചത് എന്നുള്ളതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അറിയോ മക്കളെ? സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത്. അത് ശരിയാണോ? അതും ശരിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ പ്രസ്താവന തെറ്റിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്ര സ്വീകരിച്ചത്. അപ്പൊ എവിടെ നിന്നാണ് സിംഹമുദ്ര സ്വീകരിച്ചത് ചോദിച്ചു കഴിഞ്ഞാല് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക സ്തംഭത്തിലാണ് ഈ ഒരു സിംഹമുദ്ര സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയ ചിഹ്നം അംഗീകരിച്ച എന്നാ മക്കളെ? 1950 ജാനുവരി 26 അല്ലെ. റിപ്പബ്ലിക് ഡേ എന്നാണ് നമ്മുടെ ഈ ദേശീയ ചിഹ്നം ഒഫീഷ്യലി അംഗീകരിച്ചത് അല്ലെ. ഇതില് 5 സിംഹങ്ങളുടെ രൂപമുണ്ട്, 4 വശങ്ങളിലും പിന്നെ 1 താഴെ. പീഠഭാഗത്ത് ആന, കുതിര, കാള, സിംഹം എന്നിങ്ങനെ 4 മൃഗങ്ങളുണ്ട്. ദേശീയ മൃഗമായ കടുവ ഇതിലില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഓക്കെ അല്ലേ? പിന്നെ സത്യമേവ ജയതേ എഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗിരി ലിപിയിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 16 ആണെന്നല്ലേ. ഓക്കെ, ആർട്ടിക്കിൾ 14 എന്താ മക്കളെ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 എന്താ? ജാതി, മത, വർഗ, ലിംഗ, ജനന സ്ഥല ഭേദമന്യേ വിവേചനം കാണിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അല്ലേ. ഇനി ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4 എന്താ പറയുന്നത്? സർക്കാർ ജോലികളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നത്. 16(4) പറയുന്നത്. അപ്പൊ 16 എന്താ? ഈ സർക്കാർ ജോലികളിൽ അവസര സമത്വത്തിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 17 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഐത്യ നിരോധത്തിനെ കുറിച്ചാണ് എന്തിനു പറയുന്നത്? ആർട്ടിക്കിൾ 17 കുറിച്ച് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം പാർട്ട് 3 ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോറോ ചെയ്തിരിക്കുന്ന രാജ്യം അത് അമേരിക്കയാണ്. ഓക്കെ അല്ലേ? എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? നമുക്ക് 6 പ്രധാന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്തവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? അല്ല. അതിപ്പോൾ നിലവിൽ ഏത് റൈറ്റ് ആണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് മാറ്റി പകരം ഒരു ലീഗൽ റൈറ്റ് ആക്കി. ഇപ്പോൾ ആർട്ടിക്കിൾ 300A
ഏതിനെ കുറിച്ച് പറയുന്നത്? സ്വത്തവകാശത്തിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന പ്രോപ്പർട്ടി ഏതാണ്? ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. അംഗീകരിച്ച ഡേറ്റ് ആണ് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഡേറ്റ് എന്ന് പഠിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ വന്നപ്പോൾ ഒരു മിസ്റ്റേക്കാണ്. ഡേറ്റ് ഏതാ മക്കളെ? നമുക്ക് ജാനുവരി 26, 1950 എന്നൊക്കെ കുത്താനൊക്കെ തോന്നും. അതിൻ്റെ 2 ദിവസം മുൻപാണ് എന്ത് അംഗീകരിച്ചത്? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് അല്ലേ? ജനഗണമന രചിച്ചതാരാ മക്കളെ? രവീന്ദ്രനാഥ് ടാഗോറാണ്. ബംഗാളി ഭാഷയിലാണ്. ആദ്യ നാമം ഭാരത് ഭാഗ്യവിധാത എന്നായിരുന്നു. ഓക്കെ അല്ലേ? ഇതിലാകെ എത്ര വരികളുണ്ട്? 13 വരികളുണ്ട്. ജയ എന്ന പദം 10 തവണ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആലപിച്ചത് എന്നാ മക്കളെ? 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അധ്യക്ഷനാരായിരുന്നു BN ധർ ആയിരുന്നു. ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരാ? സരളാദേവി, അതുപോലെ ചൗധുരാണി എന്നുള്ള വ്യക്തി, 2 പേരും ചേർന്നാണ് ഈ ഒരു ഗീതം ആലപിച്ചത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ജനഗണമനയെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അബീദ് അലിയാണ് അല്ലെ? ആബിദ് അലി. ഓക്കെ. ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് ഹിന്ദി രൂപമാണ് അല്ലേ? ഇനി ആലാപന ദൈർഘ്യം 52 സെക്കൻഡ് ആണ്. ചുരുങ്ങിയ രൂപത്തിൽ പാടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ വരിയും അവസാന വരിയും 20 സെക്കൻഡ് മതി. ഇനി ടാഗോർ ഇതിനെ ഇംഗ്ലീഷിലേക്ക് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. ഇതൊക്കെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 19 ആണോ? അല്ല. ആർട്ടിക്കിൾ 21A ആണോ? അല്ല. ആർട്ടിക്കിൾ 51B ആണോ? അല്ല. ആർട്ടിക്കിൾ 51A അല്ല ആൻസർ വരുന്നത്. ഞാൻ ജസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? 51A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? വി ഷുഡ് ഒബേ ആൻഡ് റെസ്പെക്ട് അവർ നാഷണൽ ഫ്ലാഗ് എന്നുള്ള ഒരു സംഭവം വരുന്നത് അല്ലേ? ഓക്കെ. വിദേശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ എന്നാണ് പേര് വരുന്നത്. അവരാണ് ആദ്യമായിട്ട് ഇന്ത്യൻ പതാക വിദേശത്ത്, അതായത് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർഡിൽ ഹോസ്റ്റ് ചെയ്തത്. 1931 INC ഔദ്യോഗികമായി ചർക്ക നടുവിലുള്ള പതാക അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പതാകയ്ക്കായുള്ള ആഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ അല്ലേ? ഇനി നിലവിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ എന്താ മക്കളെ? നിലവിലെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിങ്കളി വെങ്കയ്യ. ഒന്നുകൂടെ, പിങ്കളി വെങ്കയ്യാണ് നിലവിലെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ആന്ധ്രാപ്രദേശ് സ്വദേശി. ഭരണഘടനാ നിർമ്മാണ സഭ പതാക അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 2002 ജാനുവരി 26. ഇതൊക്കെ പഠിച്ചു പോകണം കേട്ടോ. പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര മക്കളെ? 3:2 ആണ്. വീതിയും നീളമാണെങ്കിലോ 2:3. അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. 6ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 2019 വരുത്തിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12 അത് ശരിയല്ലേ മക്കളെ? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് വരെയാണ്. ആണോ? പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് രാഷ്ട്രപതി വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. അതും ശരിയാണ്. ഇതിലേതാ തെറ്റ് വരുന്നത്? 5 വർഷം കാലാവധി കൊടുത്തിരിക്കുന്നതാണ് തെറ്റ്. എന്തുകൊണ്ടാണ് തെറ്റിയത്? നമ്മൾ പഠിച്ചു വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15 പ്രാബല്യത്തിൽ വന്നത് ഒക്ടോബർ 12 പഠിച്ചു. ഇനി ഇതിന്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഘടന രാജസ്ഥാനിലെ MKSS മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഒന്നുകൂടെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് വിവരാവകാശ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകിയാൽ 30 ദിവസത്തിനകം മറുപടി നൽകണം. ഓക്കെ അല്ലേ? ഇനി അസിസ്റ്റന്റ് PIO വഴിയാണ്
നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 35 ദിവസം. വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ 48 മണിക്കൂറിനകം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ കാലാവധിനെ കുറിച്ച് പറഞ്ഞു. കാലാവധി ഇത്രയാ? 5 വർഷമാണോ? അല്ല, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. പുനർനിയമനമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സ്വകാര്യ സ്വത്തവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A എന്ന വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇതില് 2ഉം 3ഉം ശരിയാണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. 1 ശരിയാണോ മക്കളെ? അല്ല. ആരുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു സ്വത്തവകാശത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സ്വത്തവകാശം ഒഴിവാക്കിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്താണ്? മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ ആണോ? അല്ല. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം അല്ലേ? സെറ്റ് അല്ലേ? ഓപ്ഷൻ സി അല്ലേ ആൻസർ വരുന്നത്. റിലേറ്റഡ് ഫാക്ട്സ് നോക്കണോ? നോക്കാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ സ്വത്തവകാശം ഏത് ആർട്ടിക്കിളിലായിരുന്നു? ആർട്ടിക്കിൾ 31 19 സബ് ക്ലോസ് 1F പ്രകാരമാണ് മൗലികാവകാശമായിരുന്നത്. 1978 മൊറാർജി ദേശിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്താണ് ഈ ഒരു 44ാം ഭേദഗതി വഴി ഇത് ഒഴിവാക്കിയത്. ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാ മക്കളെ? നീലം സഞ്ജീവ റെഡ്ഡി. നിലവിൽ സ്വത്തവകാശം ഭാഗം 12 ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? 8ാം ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാം മൗലിക കടമകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ ഈ ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി എന്താ? ഒന്ന് കമന്റ് ചെയ്ത് ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇനി റിലേറ്റഡ് ഫാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1976 42ാം ഭരണഘടനാ ഭേദഗതി, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി വഴിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർത്തത്. ആദ്യം, അതായത് 1977 ജനുവരി 3 നിലവിൽ വന്ന സമയത്ത് ആദ്യം 10 കടമകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ എത്രയുണ്ട്? 11 കടമകളുണ്ട്. കടമകൾ എന്ന ആശയം സ്വീകരിച്ചത് USSR അഥവാ റഷ്യയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാ മക്കളെ? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആദ്യം 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് 6 ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാ മക്കളെ? എന്നാണ്? ഇത് ജസ്റ്റ് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, കാണാൻ പറ്റുന്നില്ല. ഡിസംബർ 10 കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ ഫോണ്ട് ഒന്ന് മാറ്റിയപ്പോൾ ഒന്നൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം വരുന്നത്. അത് UN അംഗീകരിച്ചിട്ടുള്ളൊരു ഡേറ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നത് 1993 സെപ്റ്റംബർ 28 ഡേറ്റ് മറക്കാണ്ട് തന്നെ പഠിക്കുക. ഈ നിയമപ്രകാരം കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, പഴയ പേര് സർദാർ പട്ടേൽ ഭവൻ. സർവേ ഭവന്തു സുഖിന. ഓക്കെ അല്ലേ? ഇനി കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 6 അംഗങ്ങളുണ്ട്. ഒരു ചെയർമാനും 5 കമ്മീഷണർമാരും, കൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. വനിതാ ബാലാവകാശ ന്യൂനപക്ഷ SC ST OBC ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻമാരുണ്ട്. ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയ വ്യക്തിയായിരിക്കണം. പോയിന്റ് ശ്രദ്ധിക്കുക. നിയമിക്കുന്നത് ആരാണ് മക്കളെ? രാഷ്ട്രപതിയാണ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന 6 അംഗ സമിതി പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തര മന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഓക്കെ അല്ലേ? കാലാവധി ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. പുനർനിയമനമുണ്ടോ? ഉണ്ട്. ആദ്യ ചെയർമാൻ ആരാ മക്കളെ? രംഗനാഥ മിശ്ര, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആദ്യ മലയാളി ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? KG ബാലകൃഷ്ണൻ. ആദ്യ വനിതാ അംഗം ഫാത്തിമ ബീവി. നിലവിലെ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി കേരളത്തിന്റെ കേസ് ചോദിക്കുകയാണെങ്കിലോ?
കേരളത്തിന്റെ കേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ 3 അംഗങ്ങളുണ്ട്. ഒരു ചെയർമാനും 2 അംഗങ്ങളും. ചെയർമാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരിക്കാം. നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. കേരള മനുഷ്യാവകാശ കമ്മീഷൻ പിന്നെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ വന്നതെന്ന 1998 ഡിസംബർ 11 ആദ്യ ചെയർമാൻ ജസ്റ്റിസ് പരീത് പിള്ള. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ ജസ്റ്റിസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ മക്കളെ? 5 ക്വസ്റ്റ്യനും കൂടെ ഞാൻ തരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, വളരെയായിട്ട് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം 5 ക്വസ്റ്റ്യനും കൂടെ ഞാൻ തരുന്നുണ്ട്. 5 4 എനിക്ക് പറ്റുന്ന രീതിയിൽ 2-3 ക്വസ്റ്റ്യനും കൂടെ ഞാൻ തരാം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ ആരൊക്കെയാ മക്കളെ? നോക്കിയടാ. അമ്മു സ്വാമിനാഥൻ ഉണ്ടോ? ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഈ 4 പേരൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയടാ. അംഗങ്ങളായിരുന്ന വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവർ 4 പേരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. കറക്റ്റ് ആയിട്ട് 4 പഠിക്കാം കേട്ടോ. റിലേറ്റഡ് ഫാക്ട്സിലേക്ക് പോവാം. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൊത്തം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. മലയാളി വനിതകൾ ആരൊക്കെയാ മക്കളെ? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ. ഒന്നുകൂടെ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, അതുപോലെ ആനി മസ്ക്രിൻ. ഇത്രയും പേരാണ് 3 വനിതകൾ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പ്രീ ഡിഗ്രി പാസ്സായ വനിതയാണ് ആര്? ദാക്ഷായണി വേലായുധൻ. പിന്നെ സഭയിലെ ഒരേ ഒരു മുസ്ലിം വനിത ആരായിരുന്നു മക്കളെ? ബീഗം ഐസാസ് റസൂൽ. മറ്റു പ്രമുഖ വനിതകൾ ആരൊക്കെ മക്കളെ? സുചേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ലീല റോയ്, രേണുക റോയ്, കമല ചൗധരി, മാലതി ചൗധരി, ഹൻസ മേത്ത, പൂർണിമ ബാനർജി. ഇത്രയും പേര് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൂടി സ്റ്റിൽ ഈ 3 പേരുകൾ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ, ഈ 3 മലയാളികളുടെ പേര് ഓർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. അന്യായമായി കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി പുറപ്പെടുവിക്കുന്ന റിട്ടിനെ കുറിച്ചാണ് ചോദ്യം. ബ്രിങ് എ ബോഡി എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാ മക്കളെ? ഹേബിയസ് കോർപ്പസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാൻറ്റമസിന്റെ അർത്ഥം എന്താ മക്കളെ? വി കമാൻഡ്. പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ജോലി ചെയ്യാതിരിക്കുമ്പോൾ ചെയ്യാൻ കൽപ്പിക്കുക, അത് ജോലി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മാൻറ്റമസ് ആണ് അല്ലെ? കോവാറന്റോന്റെ പ്രത്യേകത എന്താണ്? ഓൺ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിൽ എന്ന് ചോദിക്കുന്ന സംഭവമാണ് ഓൺ വാട്ട് അതോറിറ്റി എന്ന അർത്ഥം വരുന്നത് ഏതാണ്? കോവാറന്റോ. നോക്കിക്കേ. അർഹതമല്ലാത്ത പദവി അല്ലെങ്കിൽ ഉദ്യോഗം കൈവശം വെക്കുന്ന തടയുന്നത് റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോവാറന്റോ ആണ്. പ്രൊഹിബിഷൻ തടയുക. കീഴ്ക്കോടതികൾ അവരുടെ അധികാര പരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്ന മേൽക്കോടതി തടയുന്ന റിട്ടാണ് എന്ത്? പ്രൊഹിബിഷൻ. സെർഷററി അല്ലെങ്കിൽ സെർഷ്യോററി എന്ന് അർത്ഥം വരുന്ന റിട്ടിന്റെ അർത്ഥം എന്താണ് മക്കളെ? കീഴ്ക്കോടതിയിലുള്ള കേസ് രേഖകൾ പുനഃപരിശോധനയ്ക്കായി മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ. ഇനി താഴെ തന്നിരിക്കുന്ന മൗലിക അവകാശങ്ങളെ അവിടെ അനുച്ഛേദങ്ങളുമായി ശരിയായ രീതിയിൽ ജോഡി ചേർക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി 14 അല്ലേ? 14 മുതൽ 18 വരെ അല്ലേ വരുന്നത്? ഇനി അപ്പോൾ അതേതാണ്? 1 സി ആണ് ആൻസർ വരുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ സമത്വത്തിനുള്ള അവകാശങ്ങൾ റൈറ്റ് ടു ഇക്വാലിറ്റി അത് ഏതിലാ വരണേ? സോറി ഞാൻ തെറ്റി പറഞ്ഞു പോയി. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ആണ് അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എവിടെ വരുന്നത്? ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് ലിബർട്ടി, റൈറ്റ് ടു ലൈഫ് ഏതാ? ഓക്കെ, ഒന്നുകൂടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ഫോം യൂണിയൻ ആൻഡ് അസോസിയേഷൻ, അങ്ങനത്തെ ഫ്രീഡം ഒക്കെ വരുന്നത് 6 സ്വാതന്ത്ര്യങ്ങൾ വരുന്നത് എവിടെയാണ് മക്കളെ? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത് ഏതാ മക്കളെ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എവിടെയാണ് വരുന്നത്? 25 മുതൽ 28 അല്ലേ? ഇനി ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ അല്ലേ? അപ്പൊ എങ്ങനെ ഓർഡർ വരിക? ആദ്യം 1D വരും അല്ലേ? അപ്പൊ 1D വരുന്നത് ഏതാ മക്കളെ? ഒരൊറ്റ സംഭവം വരുന്നുള്ളൂ. 1D വരുന്നുണ്ട്. പിന്നെ 2 ഏതാ വരുന്നത്? സി ആണ്, 2 വരുന്നുണ്ട്. 3 പിന്നെ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്.
ഓക്കെ, അതുപോലെ 4B ആണ്. ഓപ്ഷൻ എ അല്ലേ ആൻസർ വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലടാ? റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഓക്കെ, ഇനി റിലേറ്റഡ് ഫാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നത്. 25 പറയുന്നു ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, പ്രചരിപ്പിക്കാം. 26 എന്താ? മതസ്ഥാപനങ്ങൾ തുടങ്ങാം. 27 എന്താ? മതകാര്യങ്ങൾക്ക് നികുതി നിർബന്ധിക്കരുത്. 28 സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്ന വിദ്യാലയങ്ങളിൽ മതപഠനം പാടില്ല. ഈ 4 പഠിച്ചില്ലേ മക്കളെ? സെറ്റല്ലേ? ഇനി ആർട്ടിക്കിൾ 29 തൊട്ട് 30 വരെ എന്താ പറയുന്നത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് അല്ലേ? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനെ കുറിച്ച് പറയുന്നു. 29 എന്താ പറയുന്നത്? ഭാഷാലിപി സംരക്ഷണം. 30 എന്താ പറയുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം. 32 പിന്നെ നമ്മുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ്. ഇഫ് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗെറ്റ് ഡിനൈഡ് ഹി ഓർ ഷീ ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഓർ ദ ഹൈക്കോർട്ട് ടു ഗെറ്റ് റീസ്റ്റോർ ദ റൈറ്റ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര 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 സിമ്പിളായി പോയിന്ന് എനിക്കറിയാം. വെറുതെ ഞാൻ ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. എന്നാലും ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം കടുവയാണെന്നറിയാലോ. സിംഹമൊന്നും കുത്തിയേക്കരുത്. പിന്നെ മയില്, അതുപോലെ പുഷ്പം താമര. ദേശീയ വൃക്ഷം പേരാൽ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ദേശീയ നദി ഗംഗയാണ്. പിന്നെ ദേശീയ ജലജീവി ഡോൾഫിനാണ്. ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഓക്കെ, എല്ലായിടത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണുള്ളത്, ദേശീയ ലാംഗ്വേജ് ഇല്ല, ദേശീയ ഭാഷയില്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് ഉള്ളൂ, അത് ഹിന്ദിയാണ്. അപ്പോൾ ദേശീയ ഭാഷ ഹിന്ദിയാണെന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന വന്നാൽ അത് തെറ്റാണ്. നമുക്ക് ഔദ്യോഗിക ഭാഷ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു മക്കളെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹയാണ്. ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രത്യേകത എന്താണ്? ഭരണഘടനയുടെ ശില്പിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേകത എന്താണ്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് എന്തായി മാറിയത്? പ്രിയാമ്പിൾ ആയിട്ട് മാറിയത്. ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ വേറെന്താ മക്കളെ, ഈ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്താരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ഞാൻ പറഞ്ഞു. ഭരണഘടനയുടെ നിയമ ഉപദേഷ്ടാവ് ആരാണ്? BN റാവു. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആരായിരുന്നു അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. അല്ലടാ? സെറ്റ് അല്ലേ? 15 ക്വസ്റ്റിന് ഞാൻ പറഞ്ഞു. 15 ക്വസ്റ്റിന് നിങ്ങൾക്ക് ഓക്കെ എന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് ക്ലാസ് ഇതിൽ പറഞ്ഞു പോകാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ, പ്രിലിംസിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു. നാളെ ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് വരും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് SSCയുടെ PSCയുടെ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സിന് എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ലൈഫ് ട്രാക്കിൻ്റെ മെയിൽ ത്രൂവോ വാട്സാപ്പ് ത്രൂവോ നമ്മൾ അറിയിക്കാവുന്നതാണ്. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കോർഡിനേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി. താങ്ക്